Walk with him. Walk with Jesus more than anyone else. If you have to walk with Jesus, you take hold of his word. Walk with the people who walk with Jesus. സ്വഭാവത്തിൽ മാത്രമല്ല ആത്മാവിന്റെ ഫലത്തിലും സ്വഭാവത്തിലും കുറച്ചൊക്കെയെങ്കിലും യേശുവിനോട് എല്ലാവരും ആ പെർഫെക്ഷനിലേക്ക് വരുന്നതേ ഉള്ളായിരിക്കാം. ക്രിസ്തു മാത്രമേ ഉള്ളൂ കുറവില്ലാത്തവർ. എന്നാൽ ആത്മാവിന്റെ ഫലത്തിലും കൃപാവരത്തിലും അഥവാ ദൈവത്തോട് ബന്ധമുണ്ടെന്ന് ഉറപ്പുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നവരുടെ കൂടെ നടന്നാൽ നിന്റെ നടപ്പിന്റെ വേഗത കുറയത്തില്ല, കൂടും. എപ്പോഴും നടക്കണം, എപ്പോഴും നടക്കണം. അങ്ങനെയുള്ള മനോഭാവം വളർത്തിയെടുക്കണം. അതിന് സമയം കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വേസ്റ്റിംഗ് പീരീഡ് എന്ന് ശത്രു വരുന്ന ആളുകളിൽ രാജ്യങ്ങൾ നിന്നെ വെയിറ്റ് ചെയ്യുന്ന വെയിറ്റിംഗ് പീരീഡ് ആക്കി മാറ്റുമെന്ന് ആത്മാവചനോട് ദൂത് പറയുന്നു. Don't just look upon the gifts of people, but just look upon the fruit of God. There is no one perfect, but look upon the fruit of God, whether that is in the people, and walk along with them. Kingdoms will be waiting for you. ലോകം പറഞ്ഞു വേസ്റ്റ് എന്ന്. The world said that you are a waste. പക്ഷേ പരിശുദ്ധന്മാർ പറയാ ഒരിക്കലും നടത്തിക്കൊണ്ടിരിക്കുക. Spirit of God is saying God is preparing you. ആളെ മാറ്റുന്ന ഒരിക്കലും നടത്തിക്കൊണ്ടിരിക്കുക. God is preparing you. ആർക്കും മാറ്റാൻ കഴിയാത്ത രീതിയിൽ അതുപോലെ ചിലരാകാൻ പോവാ. In a manner that no one can change, your life is going to change. എന്നും പോയി ആരാധനയും പ്രാർത്ഥനയും കഴിഞ്ഞ് എന്നും പോയിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ ഇനിയും ചിലർ പോയിരിക്കത്തില്ല. Some people will not go and sit in the place where they used to regularly sit at. ഞങ്ങള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്തവരോടൊന്നും കൂട്ടായ്മയൊന്നും ഇല്ലെന്ന് പറയുന്ന ചിലരോട് പറയാം. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടെന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ തന്നെ പ്രാകൃതവും പൈശാചികവും ജഡീകമായ ചില വാക്കുകളും പ്രവൃത്തിയും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിന്റെ ഇരിപ്പതെങ്കിൽ പരിശുദ്ധം പറയാം അവരോട് പ്രത്യേക ഒരു വേർപാട് സൂക്ഷിച്ചാണോന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് നിന്നെ നിന്റെ തെരഞ്ഞെടുപ്പിന് എതിരാ എഴുന്നേക്ക നീ തയ്യാറാണെങ്കിൽ എഴുന്നേറ്റ് പ്രകാശിക്ക, എന്റെ പ്രകാശം നിന്റെ മേൽ വന്നു എന്ന് പറയുന്ന വചനത്തിന്റെ യഥാർത്ഥ വെളിപ്പാട് നിന്റെ മേൽ വെളിപ്പെടുമെന്ന് അവരോട് പറയാൻ പറയുന്നു. If we are getting along with the believers even who does not bear fruit, Spirit of God is saying get up from there, move out. Let your light shine before others. നമ്മുടെ കർത്താവിനെ നമ്മൾ കത്തുന്നത് മാത്രം കണ്ടാ പോരാ. God does not just want to see us shining. നമ്മുടെ കർത്താവിനെ നമ്മൾ കത്തുന്നത് മാത്രം കണ്ടാ പോരാ. God does not want to just see us only shining. കത്തി നിൽക്കുന്നത് കാണണം. He want to see us staying in shining. കത്തുന്നത് കർത്താവിന് ഇഷ്ടം. God likes burn shining. കത്തി നിൽക്കുന്നതാ കർത്താവിന് കാണാൻ ആഗ്രഹം. But remaining in that shining is God. നിന്റെ മേൽ കത്തിയ തീയെ വെള്ളമൊഴിക്കുന്നിടത്ത് നിൽക്കരുത്. നിന്റെ മേൽ കത്തിയ തീയുടെ മേൽ എണ്ണ പകരുന്നിടത്ത് നീ നിൽക്കണം, അത് തുടരണം. അങ്ങനെയാണെങ്കിൽ ഈ തീ പടരും, ഈ അഭിഷേകം ജ്വലിക്കപ്പെടുമെന്ന് ആത്മവചനോട് പറയാൻ പറയുന്നു. Do not stay in the place where people pour out water upon your fire, but go and stand in the place where oil is being poured out. Then this fire will be expanding to others.